വിശദമായ വാർത്തകൾ നോക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വാർത്താ ആരംഭത്തിലേക്ക്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിലായിരുന്നു ചുഴലിക്കാറ്റ് വീശിയടിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാണ് റിമാൽ കരതൊട്ടത്. ഇന്നലെ ഉച്ചയോടെ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റ് രാത്രി 8:30 പശ്ചിമ ബംഗാൾ തീരത്തെത്തിയത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുവി, ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ബംഗാളടക്കം പശ്ചിമ ബംഗാളടക്കം കനത്ത ജാഗ്രതയിലാണ് അല്ലേ? ഭവ്യ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. 4 മണിക്കൂറോളം ഈ ചുഴലിക്കാറ്റുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. കാറ്റും മഴയും ഉണ്ടാകും. ഏതായാലും ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൊൽക്കത്തയിലാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ബംഗാൾ, അതുപോലെ ഒഡീഷ, ത്രിപുര എന്നിവിടങ്ങളിലായിരുന്നു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് അസം, മേഘാലയ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ട്. സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവിടെ വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനിയും, അതായത് 1.5 മീറ്റർ അടിയിൽ കൊടുങ്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കരുതുന്നത്. ഭവ്യ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് സുബി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്? ആളുകളെ കൃത്യമായി മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടോ? നിലവിൽ ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഭവ്യ, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വെള്ളം കയറി പല സ്ഥലങ്ങളിലും, അതായത് ബംഗാളിന്റെ പലയിടങ്ങളിലും വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ച സാഹചര്യമാണുള്ളത്. ഒരാൾ മരിച്ചു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അത്തരത്തിൽ നാശനഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാജ്യം ഒരു അടിയന്തരമായ ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നേവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നേവിയുടെ വാർഷിപ്പുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് എത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഭവ്യ, ശരി. എന്തായാലും ബംഗാൾ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. സുവി, ദയവായി തുടരുക. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ 2 ഇടങ്ങളിലും ഉണ്ടായത് നിയമലംഘനങ്ങൾ. 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ച ഡൽഹിയിലെ ബേബി കെയർ സെന്റർ പ്രവർത്തിച്ചത് അടിസ്ഥാന സൗകര്യം പോലും ഉണ്ടാവാതെയാണ്. റെസിഡൻഷ്യൽ ഫ്ളാറ്റാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അടിയന്തര സുരക്ഷാ ഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള വാതിൽ പോലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം രാജ്കോട്ട് ഗെയിമിംഗ് സെന്റർ ദുരന്തത്തിൽ സുരക്ഷാ വീഴ്ചകൾ പുറത്തുവിട്ട പോലീസ് ഗോ കാർട്ടിങ്ങിനടക്കം ഫയർ NOC അനുമതി ലഭിച്ചിരുന്നില്ല. സുവി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുവി, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഈ 2 കെട്ടിടങ്ങളും പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ നിയമലംഘനങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഒരു ഫ്ളാറ്റാണ് ആശുപത്രിയാക്കി മാറ്റിയതെന്ന് പറയുമ്പോൾ, ഒരു ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ നിയമലംഘനം അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്ത് നടപടി ഇതുവരെ അധികൃതർ സ്വീകരിച്ചു ആ കുഞ്ഞുങ്ങളുടെ ജീവന്? ഭവ്യ, ഇന്നലെയാണ് 2 കെട്ടിടങ്ങളിലും തീപിടുത്തം ഉണ്ടായത്. അതിന്റെ കാരണങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇന്നലെ തന്നെ അതിന് ഉത്തരവാദികളായവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ 2 കെട്ടിടങ്ങളും പ്രവർത്തിച്ചിരുന്നത് കടുത്ത നിയമലംഘനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 7 പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്തുമരിച്ച ആശുപത്രി 7 പ്രവർത്തിച്ചത് അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ്. റെസിഡൻഷ്യൽ ഫ്ളാറ്റാണ് ആശുപത്രിയാക്കി മാറ്റിയിരിക്കുന്നത്. അത് 4 വർഷം മുമ്പാണ് ഈ ഒരു ഫ്ളാറ്റ് ആശുപത്രിക്കായി നൽകിയിരിക്കുന്നത്. അവിടെ എമർജൻസി വാതിൽ പോലും ഉണ്ടായിരുന്നില്ല. അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള വാതിലുകൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതേസമയം രാജ്കോട്ട് ഗെയിമിംഗ് സെന്റർ ദുരന്തത്തിലും സുരക്ഷാ വീഴ്ചകൾ തുറന്നു പറയുക തന്നെയാണ് പോലീസ് ഉണ്ടായിരിക്കുന്നത്. ഗോ കാർട്ടിങ്ങിന് ഫയർ NOC അനുമതി ലഭിച്ചിട്ടില്ല. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടില്ല.
3 നില കെട്ടിടത്തിന്റെ വലിപ്പത്തിൽ 2 നിലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ താൽക്കാലിക ഷെഡ് നിർമ്മിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭവ്യ, യുപിയിലെ ഒരു ആശുപത്രിയിൽ കൂടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഭവ്യ, ശരി, എന്തായാലും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ 2 ഇടങ്ങളിലും ഉണ്ടായത് ഗുരുതരമായ നിയമലംഘനമാണ്. 7 നവജാത ശിശുക്കൾ മരിച്ച ഡൽഹിയിലെ ബേബി കെയർ സെന്റർ പ്രവർത്തിച്ചത് അടിസ്ഥാന സൗകര്യം പോലും ഉണ്ടാവാതെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സുവി വിശ്വനാഥനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇനി ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് പോകുമ്പോൾ റഫേൽ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ സ്ഫോടനത്തിൽ 50 പേർ മരിച്ചു. ഹമാസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരും. രഞ്ജിത്ത്, വലിയ വ്യോമാക്രമണമാണ് ഉണ്ടായത്. അതിന്റെ പ്രത്യാഘാതമായി 50ഓളം ജീവനുകളാണ് പൊലിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു വ്യോമാക്രമണം? കൂടുതൽ വിവരങ്ങൾ. റഫേൽ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ സ്ഫോടനത്തിൽ 50 മരണം. ഹമാസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായി, വ്യോമാക്രമണമുണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. രഞ്ജിത്ത്, വലിയ വ്യോമാക്രമണമുണ്ടായി, അതിൽ 50 ജീവനുകൾ പൊലിഞ്ഞു. എപ്പോഴായിരുന്നു ഈ ഒരു വ്യോമാക്രമണം? ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചല്ലോ അല്ലേ? തീർച്ചയായും ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം, പലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇതിനകം നടത്തിക്കഴിഞ്ഞു ഭവ്യ. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ വാർത്ത ഏറെ നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 6 മാസത്തിന് ശേഷം ടെൽ അവീവിലേക്ക് ഹമാസിന്റെ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മിസൈലുകൾ പതിച്ചു, പക്ഷേ ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞപ്പോഴും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു. കാരണം കുറേ നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ ഉണ്ടായതിന് തിരിച്ചടിയായി ഇസ്രായേൽ കനത്ത ആക്രമണം ഹമാസിന്റെ മേഖലകളിൽ അഴിച്ചുവിട്ടിരുന്നു. ഇതുപോലെ തന്നെയാണ്, സമാനമായി തന്നെയാണ് ഇപ്പോൾ ഹമാസിന്റെ അഭയാർത്ഥി ക്യാമ്പിൽ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. 50ഓളം പേരാണ് മരിച്ചവരിൽ. സ്ത്രീകളും കുട്ടികളും അടക്കം ഉണ്ട്, അഭയാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. വലിയ ദുരിതമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം ഭയചകിതരായി കരയുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ചകൾ അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച വളരെ ദയനീയമാണ്. ശക്തമായ സ്ഫോടനമാണ് ഉണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കാം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണവും നിരവധിയാണ്. ഇവരെയൊക്കെ കുവൈറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പലസ്തീനിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരുടെയും നില അതീവ ദയനീയമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ടെൽ അവീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗസ നഗരമായ റഫേലിൽ നിന്ന് മിസൈലുകൾ തുടർച്ചയായി ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരുന്നത്. ഇതിൽ പലതും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഗസ മുനമ്പിൽ നിന്നാണ് റോക്കറ്റിൽ വിക്ഷേപിച്ചത് എന്ന് ഇസ്രായേൽ നേരത്തെ ഹമാസിന്റെ അൽ അഖ്ല TV അവർ സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും അപായ സൈറണകൾ മുഴങ്ങി. ഇസ്രായേൽ ജനത ഭയചകിതരായ സാഹചര്യമായിരുന്നു അത്. അതിനുള്ള തുടർച്ചയായ തിരിച്ചടികളുടെ ഭാഗമായി തന്നെയാണ്. ഇതിനിടെ അന്താരാഷ്ട്ര തലത്തിൽ ചില സമാധാന ശ്രമങ്ങൾ ഈ വെടിനിർത്തലുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എങ്കിൽ പോലും അന്താരാഷ്ട്ര കോടതി പോലും ഇസ്രായേലിനോട് ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തണമെന്നും വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിനുള്ള നീക്കങ്ങളിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ശ്രമങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനിയും ആക്രമണങ്ങൾ നടത്തുമെന്നും സ്ഫോടനങ്ങൾ തുടർച്ചയായി നടത്തും എന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക്, കൂടുതൽ അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഭവ്യ. അതായത് ജനുവരിക്ക് ശേഷം നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഈ 50 ജീവനുകൾ അടക്കം പൊലിഞ്ഞൊരു സാഹചര്യത്തിൽ വലിയ വ്യോമാക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലേ രഞ്ജിത്ത്? തീർച്ചയായും. കാരണം 6 മാസത്തോളമായി ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ ഒരു വഴിയില്ലാതെ ഹമാസ് അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പോലെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഹമാസിന് ലഭിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ഒരു തിരിച്ചടിക്കുള്ള കോപ്പുകൂട്ടലായിരുന്നു കഴിഞ്ഞ കുറേ നാളായി ഹമാസ്. ഇതിൻ്റെ ഭാഗമായാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒരു പരിധിവരെ തകർത്തുകൊണ്ട് 8ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതിൽ 6 മിസൈലുകൾ ആകാശത്ത് വെച്ചിട്ട് തകർത്തുവെങ്കിലും
2 മിസൈലുകൾ ടെൽ അവീവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഇസ്രായേലിൽ ഞെട്ടൽ ഉണ്ടാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഹമാസ് നൽകിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും അഭയാർത്ഥി ക്യാമ്പിൽ യാതൊരു ദയയുമില്ലാതെ ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം ചേർത്ത് വായിക്കണം. 50 പേരാണ് ഇപ്പോൾ മരണസംഖ്യ എന്ന് പറയുമ്പോഴും ഇത് ഒരുപക്ഷെ ഇരട്ടിയായേക്കാം. കാരണം ഏതാണ്ട് 300ഓളം ആളുകൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവർക്ക് മിക്ക ആളുകൾക്കും പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ അതീവ ദയനീയമായ സ്ഥിതിയാണ് പല അഭയാർത്ഥി ക്യാമ്പുകളിലും. ഉപരോധം കാരണം, ഇസ്രായേലിന്റെ പ്രതിരോധം കാരണം മരുന്നുകളോ അവശ്യ വസ്തുക്കളോ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ മിക്കപ്പോഴും പട്ടിണിയാണ്. ഒരു നേരം മാത്രം ആഹാരം ലഭിക്കുന്ന ആഹാരം മാത്രം വെച്ചാണ് ഇവർ കഴിയുന്നത്. വെള്ളം പോലും കൃത്യമായി ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ഇതിനിടയിലാണ് വീണ്ടും ഈ ദുരിതത്തിലേക്ക് ഈ പ്രദേശം മാറുന്നത് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ പലതും ഇവരെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും തകർക്കും വരെ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമെന്നും തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നവരെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തുടരും എന്നുമാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. അതായത് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളത്. ഭവ്യ. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും രഞ്ജിത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ആരോപണം ബാർകോഴ 2.0 തന്നെയാണ്. അതിന്റെ വാർത്തയിലേക്കാണ് ആദ്യം കിടക്കുന്നത്. ബാർകോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് ആരംഭിക്കും. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും എന്താണ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിന് പിന്നിലെന്നും സംഘം അന്വേഷിക്കും. കൂടാതെ അനിമോൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, അങ്ങനെ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ബാർകോഴ ആരോപണത്തിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ തന്നെ പ്രതിപക്ഷം രംഗത്ത് വന്ന് നമ്മൾ കണ്ടിരുന്ന ഒരു പ്രഹസനമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നടക്കമുള്ള പരാമർശം പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതിനൊക്കെ മറവിൽ ഇപ്പോൾ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായി അന്വേഷണ പരിധിയിൽ വരിക? എപ്പോഴത്തേക്ക് അന്വേഷണം ആരംഭിക്കും? എന്താണ് വിവരങ്ങൾ? ഭവ്യ, ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുക. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇടുക്കിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദരേഖ എവിടെ നിന്നാണ് ഇത്തരമൊരു വാട്സാപ്പ് സന്ദേശം അയച്ചത്, അത് അയക്കാനിടയായ സാഹചര്യം എന്താണ്, അത്തരത്തിൽ ഒരു പണം തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത തേടേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലേക്ക് തിരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ ശബ്ദരേഖയുടെ ഉടമയായ അനിമോൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളുണ്ടാകും. സ്വാഭാവികമായി ബാർ അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികളുമായി, ബാർ ഉടമകളുടെ പ്രതിനിധികളുമായി ഉൾപ്പെടെ അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയും. കൃത്യമായി ഈ ശബ്ദരേഖയ്ക്ക് അപ്പുറത്തേക്ക് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തിയാൽ അത് സ്വാഭാവികമായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അത്തരത്തിലൊരു സാധ്യതയില്ല, സർക്കാരിനെ അനുകൂലിക്കുന്ന തരത്തിൽ മാത്രമേ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയുള്ളൂ, അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളായിരിക്കും ഇതിന്റെ പേരിൽ നടത്തുക എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇന്ന് ഇടുക്കിയിൽ ഏത് തരത്തിലായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഒരുങ്ങുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതു തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? ഡാൻ. സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നൊരു നിലപാടിൽ ആയിരുന്നു, പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുമ്പോട്ട് വെക്കുമെന്നായിരുന്നു UDF ഏകോപന സമിതി യോഗത്തിൽ കഴിഞ്ഞ ദിവസത്തെ തീരുമാനം. പക്ഷേ സഭാ സമ്മേളനം തുടങ്ങാൻ ഇനിയും 10-12 ദിവസങ്ങൾ കൂടി, രണ്ടാഴ്ച കൂടി ബാക്കിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ അതിനു മുമ്പ് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് ആണ് ഇന്ന് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ വസതിയിലേക്ക് നോട്ടെണ്ണൽ മെഷീനുമായി, നമുക്കറിയാം KM മാണി ധനമന്ത്രിയായിരുന്ന സമയത്ത് ഏറെ വിവാദമായ നോട്ടെണ്ണൽ മെഷീനുമായുള്ള പ്രതിഷേധം
സമാനമായ തരത്തിൽ എക്സൈസ് മന്ത്രിയുടെ വസതിയിലേക്ക് നോട്ടെണ്ണൽ മെഷീനുമായി പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ്. അതായത് ഇതിനെ ഒരു പ്രത്യക്ഷ സമരമാക്കി മാറ്റി സംസ്ഥാന വ്യാപകമായി ഇത് സർക്കാരിനെതിരെ ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നത് തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു. ടൂറിസം വകുപ്പ് സെക്രട്ടറിയുടേത് ആയിട്ട്, അതായത് കഴിഞ്ഞ 21-ാം തീയതി ഈ സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചർച്ച ചെയ്യാൻ എന്നോണം ഒരു യോഗം വിളിച്ചുവെന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം. പക്ഷേ അതിൽ പിന്നീട് വിശദീകരണവുമായി ടൂറിസം സെക്രട്ടറി ഡയറക്ടർ തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ അത് പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. തീർച്ചയായും എന്തായാലും ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ഏറ്റെടുക്കുകയാണ് ബാർക്കോഴ ആരോപണത്തിൽ. ഡാൻ ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മേയർ KSRTC ഡ്രൈവർ തർക്കം പുനരാവിഷ്കരിച്ച പോലീസ്. പട്ടം മുതൽ പാളയം വരെ ബസ്സും കാറും ഓടിച്ചാണ് ദൃശ്യം പുനരാവിഷ്കരിച്ചത്. ബസ്സിലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചാൽ കാറിലെ യാത്രക്കാർക്ക് കാണാനാകുമെന്ന് വ്യക്തമായെന്നും പോലീസ് പറയുന്നു. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, എന്തായിരുന്നു ഇത്തരത്തിലൊരു പുനരാവിഷ്കരണത്തിന്റെ ലക്ഷ്യം? എന്താണ് പോലീസ് പറയുന്നത്? കേസിന്റെ ഗതി ഇപ്പോൾ എവിടെയാണ്? സ്വാഭാവികമായി ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ്, അതായത് ബസ്സിനുള്ളിൽ ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമായി അതിലെ മെമ്മറി കാർഡ് ലഭിക്കേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷേ തമ്പാനൂർ പോലീസ് അതുമായി ബന്ധപ്പെട്ട് KSRTC നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടും മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട മുമ്പോട്ട് പോകാൻ അന്വേഷണ സംഘത്തിനും കഴിയത്തുള്ളൂ. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ തെളിവുകൾ തേടുന്നതിന്റെ ഭാഗമായി ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സാഹചര്യം അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് പട്ടത്ത് നിന്ന് പാളയത്തേക്ക് അന്വേഷണ സംഘം വാഹനങ്ങൾ ഓടിച്ചത്. അതിൽ ഈ KSRTC ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് യദു കൃഷ്ണൻ ആംഗ്യം കാണിച്ചുവെന്നായിരുന്നു, അശ്ലീല ആംഗ്യം ഏറെ കാണിച്ചുവെന്നായിരുന്നു ആക്ഷേപം. അത് പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആംഗ്യം ആ ബസ്സിലിരുന്ന് കാണിച്ചാൽ, ബസ്സിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാണിച്ചാൽ താഴെ കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അത് കാണാൻ കഴിയുമോ എന്നാണ് പ്രധാനമായി പരിശോധിച്ചത്. ആ പരിശോധനയിൽ അങ്ങനെ ആംഗ്യം കാണിച്ചാൽ അത് കൃത്യമായി കാണാൻ കഴിയും കാറിലെ യാത്രക്കാർക്ക് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വാഭാവികമായി അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടോ എന്നതാണ് ഇനി തെളിയിക്കപ്പെടാനുള്ളത്. അത് കൃത്യമായി വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് പുറമെ ആ മെമ്മറി കാർഡ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലൂടെ മാത്രമേ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ യദു കൃഷ്ണന് എതിരായി വരുന്ന, പ്രതികൂലമായി വരുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചാൽ അത് കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കാണാൻ കഴിയുമെന്നാണ് ഈ ദൃശ്യം പുനരാവിഷ്കരിച്ചുകൊണ്ട് പട്ടത്ത് നിന്ന് പാളയത്തിലേക്ക് വാഹനങ്ങളിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലേക്ക് കണ്ടെത്തി. തീർച്ചയായും മേയർ KSRTC ഡ്രൈവർ തർക്കം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പോലീസ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് എത്തണം. വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ത്തിലുള്ള കൂടിയാലോചനകളും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. പക്ഷേ ഒരുപക്ഷെ മന്ത്രി അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചുവെക്കുകയോ ചെയ്ത തരത്തിൽ ആണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുത. അതായത് 21/5/2024 2:30 അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 2:30 ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേരാനിരുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്കും അതിന്റെ പാസ്വേഡും ID ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗമാണ് എന്ന് വ്യക്തമാക്കുന്ന സൂം ഡിസ്ക്രിപ്ഷനും ലിങ്കുമായിരുന്നു 21-ാം തീയതി ബാർ ഉടമകൾക്കടക്കം ലഭ്യമായത്. ഭവ്യ, ഡാൻ, അങ്ങനെയാണെങ്കിൽ മന്ത്രി MP രാജേഷ് അറിഞ്ഞിട്ടില്ല എന്ന് വേണമോ? ഇത്തരത്തിലൊരു യോഗം നടന്നതിന് MP രാജേഷ് അറിഞ്ഞില്ല, അതല്ലെങ്കിൽ അദ്ദേഹം അത് മനഃപൂർവ്വം മറച്ചുവെച്ചു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? എന്ത് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ? ഭവ്യ, ഇത് ഇപ്പോൾ ഭവ്യ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ എന്തോ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എക്സൈസ് മന്ത്രി അറിയാതെയാണ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതല്ല എങ്കിൽ മന്ത്രി MP രാജേഷ് കൃത്യമായ ധാരണയോടുകൂടി തന്നെ അക്കാര്യം മറച്ചുവെച്ചതായിരിക്കും.
തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ വെള്ളം പാഴാകുന്നത് ചോദ്യം ചെയ്തതിന് കണ്ണൂരിൽ അയൽവാസിയെ അടിച്ചു കൊന്നു. സംഭവം കണ്ണൂർ കക്കാട് നമ്പ്യാർ മൊട്ടയിൽ. കൊല്ലപ്പെട്ടത് കക്കാട് നമ്പ്യാർ മൊട്ടയിലെ അജയകുമാറാണ്. 61 വയസ്സായിരുന്നു. വാഹനം കഴുകുന്നതിനിടെ വെള്ളം പാഴാകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. സംഭവത്തിൽ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവർ കസ്റ്റഡിയിലാണ്. മർദ്ദിച്ചത് ഹെൽമറ്റും കല്ലും ഉപയോഗിച്ച്. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഏറെ ദാരുണമായ ഒരു സംഭവം. വെള്ളം പാഴാകുന്നതിന് ഒരാളെ അടിച്ചു കൊന്നു, അത് നമ്മുടെ കണ്ണൂരിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ദാരുണമായ സംഭവമാണ്. എന്താണ് ഒരു തർക്കത്തിലേക്ക്, ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചത്? തീർച്ചയായും ഭവ്യ, കണ്ണൂർ നഗരത്തിന് തൊട്ടടുത്ത് ചെട്ടിപ്പീടിക നമ്പ്യാർ മൊട്ടയിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതായത് അജയകുമാർ എന്ന വീട്ടുകാരൻ ഈ കാറ് കഴുകുന്നതിനിടയിൽ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ടു എന്ന് ആരോപിച്ച് അയൽവാസികൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അതായത് ദേവദാസ്, അദ്ദേഹത്തിന്റെ 2 മക്കൾ, പിന്നെ ഒരു അതിഥി തൊഴിലാളി, ഇത്തരത്തിൽ 4 പേർ ചേർന്നാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. കല്ലും വടിയും ഹെൽമറ്റും ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചാണ് ഈ അജയകുമാറിനെ കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. എന്തായാലും നാട്ടുകാർ ആദ്യം തുടക്കത്തിൽ ഈ വാക്കേറ്റത്തിൽ ഇടപെട്ട് ഇവരെ തിരിച്ചയച്ചിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഇവർ ഇത്തരത്തിൽ കല്ലും വടിയും ഹെൽമറ്റും ഒക്കെയായി വന്ന് ഈ അജയകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്തായാലും അജയകുമാറിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുണ്ട്. ഈ 4 പേരെയും ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതായത് ഈ അജയകുമാറിന്റെ അയൽവാസികളായ ദേവദാസ്, ഇദ്ദേഹത്തിന്റെ 2 മക്കൾ, ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, ഇത്തരത്തിൽ 4 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം നേരത്തെ എന്തെങ്കിലും മുൻവൈരാഗ്യം ഇവർ തമ്മിൽ ഉണ്ടായതായി നാട്ടുകാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഈ അച്ഛനും 2 മക്കളും ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും ചേർന്ന് നടത്തിയത്. എന്തായാലും അജയകുമാറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഇദ്ദേഹത്തിന് വലിയ തോതിലുള്ള പരിക്കുകളുണ്ട്. ഈ വടിയും ഹെൽമറ്റും കല്ലും ഒക്കെ ഉപയോഗിച്ച് ആക്രമിച്ച വലിയ തോതിലുള്ള പരിക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് മരണം സംഭവിക്കായിരുന്നു. ഏതായാലും കണ്ണൂർ ടൗൺ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഭവ്യ, ഈ സംഭവം എപ്പോഴായിരുന്നു ബൈജു നടന്നത്? ഇത് നടക്കുന്ന സമയത്ത് സമീപവാസികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ആരും ഒന്ന് ഇടപെടാനൊന്നും സമീപവാസികളൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ് പോലീസ് എന്ത് നടപടിയെടുത്തു ഇതിൽ? ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കാറ് കഴുകുന്നതിനിടെ വെള്ളം ഇത്തരത്തിൽ പുറത്തേക്ക് പോയി. ഇത് മലിനജലമാണ് എന്ന് ചോദ്യം ചെയ്താണ് ഈ അയൽവാസിയും മറ്റു 3 പേരും എത്തിയത്. അപ്പോൾ തന്നെ ഈ വാക്കേറ്റ് നടക്കുമ്പോൾ തന്നെ നാട്ടുകാർ ഈ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. ഇവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അല്പസമയം കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഹെൽമറ്റും വടിയും കല്ലും ഒക്കെയായി വീണ്ടും ഈ അജയകുമാറിന്റെ വീട്ടിലേക്ക് വരുന്നതും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് പറയുന്നത് സംഭവത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ഉള്ളതായി പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. മദ്യലഹരിയിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഇവർ ചെയ്തതെന്നാണ്. എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് തന്നെ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഭവ്യ, നന്ദി. കെ വി ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ ചെർപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ. കൊട്ടേഷൻ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ അനുയായിയാണ്. 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചരൽ ഫൈസൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയെന്നും പോലീസ് പറഞ്ഞു. കൂടാതെ നിരവധി കവർച്ചാ കേസുകളിലും പിടികിട്ട പുള്ളിയാണ്. ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കും. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. വിനേഷ്, അങ്ങനെ ഒരു വലിയ പിടികിട്ടാ പുള്ളിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നു മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? എപ്പോഴായിരുന്നു ഇയാളെ പിടികൂടിയത്? എവിടെ വെച്ചായിരുന്നു? ഭവ്യ, ഇന്നലെയാണ് ചെർപ്പളശ്ശേരി പോലീസ് ഇയാളെ മലപ്പുറത്ത് വെച്ച് പിടികൂടുന്നത്. നമുക്കറിയാം, പെരുമ്പാവൂർ അനസിന്റെ, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കൊട്ടേഷൻ നേതാവായ പെരുമ്പാവൂർ അനസിന്റെ അടുത്ത അനുയായിയാണ് ചരൽ ഫൈസൽ. ഇയാൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒളിവിലായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ്. അതായത് 2021 രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സ്വർണ്ണക്കടത്തുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ മഞ്ചേരിയിൽ കുഴൽപ്പണ വിതരണക്കാരനെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിലും പ്രതിയാണ്. സ്വർണം പൊട്ടിക്കൽ കേസിലെ, അതായത് നമുക്കറിയാം, ഈ കരിപ്പൂർ വഴി വരുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിലെ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞ രീതിയിൽ കവർച്ച നടത്തുന്ന സംഘത്തിലെ പ്രധാനി കൂടിയാണ് ഇയാള്. എന്തായാലും ഇപ്പോൾ മറ്റൊരു 10 ലക്ഷം രൂപ
മഹീന്ദ്ര താർ 10 ലക്ഷം രൂപയ്ക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ 5 ലക്ഷം രൂപ വെട്ടിച്ച കേസിലെ പ്രതിയാണ്. ഒപ്പം തന്നെ അയാളുടെ വാഹനവും തട്ടിയെടുത്തു എന്നുള്ള കേസിലാണ് ഇപ്പൊ ഇയാളെ മലപ്പുറത്ത് വെച്ച് ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് നിരന്തരമായി ന്യൂസ് 18 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരമ്പര ചെയ്തിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ഈ പെരുമ്പാവൂർ അനസ്. ഈ അനസിന്റെ കൂടെ ഏതു സമയവും ഉണ്ടാവുന്ന ആളാണ്. അനസ് ദുബായിലാണ് ഉള്ളത്. അനസ് ദുബായിൽ ഇരുന്നുകൊണ്ടാണ് പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത് ചരൽ ഫൈസലിനെ പോലുള്ള ആളുകളാണ്. ചെർപ്പുളശ്ശേരി നെല്ലായ സ്വദേശിയാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. വിനീഷ്, ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾക്ക്, ഗുണ്ടാ തലവന്മാർക്ക് പിന്നിൽ പോലീസ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലേ ഈ ഒരു ഘട്ടത്തിൽ? അങ്ങനെ വേണം കരുതാൻ. എന്തായാലും ഇനിയും തുടർ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം പിടികിട്ടാപ്പുള്ളിയായ ആളുകൾ, കാരണം ഈ ചരൽ ഫൈസലിനൊക്കെ വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ്. രാഷ്ട്രീയപരമായിട്ടും മറ്റും എല്ലാം തന്നെ സ്വാധീനമുള്ള ആളുകളാണ്. കാരണം സ്വർണം പൊട്ടിക്കൽ നമുക്കറിയാം, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമനാട്ടുകര അല്ലെങ്കിൽ ഈ ഒരു കോറിഡോർ, ഒരു കൊണ്ടോട്ടി രാമനാട്ടുകര കോറിഡോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ചില നേതാക്കൾക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൊട്ടേഷൻ ജോലി എടുക്കുന്നവർക്കൊക്കെ വലിയ പങ്കുണ്ടായത് പുറത്തു വന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. സ്വാഭാവികമായും ചരൽ ഫൈസലും അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധമുള്ള ആളായിരിക്കും. ഒരുപക്ഷെ ഇയാൾ പിടികിട്ടാതിരിക്കാനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള സ്വാധീനമായിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിമർശനം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉയർന്നിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ പരക്കെ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ യഥാസമയം പിടികൂടുന്നു. ഒപ്പം തന്നെ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ കാപ്പ ചുമത്തിയേക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്നൊരു വിവരം. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരുമ്പോൾ നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. മുഖ്യപ്രതി സജിത്തുമായി നിരന്തരം ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനിയും നിരീക്ഷണത്തിലാണ്. അവയവ കച്ചവടം നടത്തുന്ന പ്രധാനികൾക്ക് കമ്പനിയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കമ്പനിയുടെ ഇടപാടുകളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അതിനിടെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് നെടുമ്പാശ്ശേരി പോലീസ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, നമ്മൾ ഇന്നലെ കൂടെ സൂചിപ്പിച്ചിരുന്നു, അന്വേഷണം പല തരത്തിലേക്ക് വ്യാപിക്കുകയാണ്. ഇന്നലെ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു കമ്പനിയിലേക്കും, ഈ പ്രതിയുമായി അടുത്ത ബന്ധം പുലർന്ന ഒരു കമ്പനിയിലേക്കും അന്വേഷണം വ്യാപിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് അന്വേഷണം നിൽക്കുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം 2 സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് തമിഴ്നാട്ടിലേക്കും ഹൈദരാബാദിലേക്കും തിരിച്ചിരുന്നു. ഇതിൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ സംഘം ഇരകളെ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് കൂടുതലായും തമിഴ്നാട് കേന്ദ്രീകരിച്ചത്. 20ഓളം ഇരകളിൽ ഒരാൾ മാത്രമാണ് മലയാളിയെന്നും മറ്റുള്ളവർ സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിൽ ഏറിയ പങ്കും ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ തീർത്തും ദരിദ്രരായ അവസ്ഥയിലുള്ളവരെയാണ് ഈ സംഘങ്ങൾ വലവീശിയിരുന്നത്. അവർക്ക് പണം വാഗ്ദാനം ചെയ്തു, പലരെയും തന്നെ കബളിപ്പിക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഇവർക്ക് നൽകിയിരുന്ന മേൽവിലാസങ്ങൾ പലതും തന്നെ അത് തെറ്റായിരുന്നതായും വ്യാജരേഖകൾ പലരും ഉപയോഗിച്ചിരുന്നതായും എല്ലാം തന്നെ തെളിയുന്നുണ്ട്. ഇരകളിലേക്ക് അന്വേഷണം എത്തുകയാണ്. തമിഴ്നാട്ടിലേക്ക് പോയിരുന്ന സംഘം ഇന്നലെ രാത്രിയോടെ തന്നെ തിരിച്ചെത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് അവരുടെ ഒരു അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് അറിയാനിരിക്കുന്നതേയുള്ളൂ. അതേസമയം ഹൈദരാബാദിൽ ഇപ്പോഴും ഇവിടെ നിന്ന് പോയ പോലീസ് സംഘം ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിലെ ഒരു ഹബ്ബ് ഇത് നിയന്ത്രിച്ചിരുന്നതെന്നതടക്കമുള്ള വിശദാംശങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ അവിടെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അവിടെ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ റാക്കറ്റിൽ കൂടുതലുമായി ബന്ധപ്പെട്ടിരുന്നത് ഹൈദരാബാദിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം ഇവിടെ ഇപ്പോൾ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് ഇരുവരുടെയും കസ്റ്റഡിയിലുള്ള ഇപ്പോൾ സബിത്തിൻ്റെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ സജിത് ശ്യാമിൻ്റെയും എല്ലാം തന്നെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ട്രാക്ക് ചെയ്തതിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി ഏജന്റായ ഒരു യുവതിയെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ചില കമ്പനികളും ഇവരുമായി സഹകരിച്ച് ഇൻഷുറൻസ് മേഖലയിലുള്ള പല കമ്പനികളും
ഇത്തരം റാക്കറ്റുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നത്. ഇതുവരെയും ആരെയും തന്നെ അവരെ അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇത് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇറാനിലുള്ള മധു, കൊച്ചി സ്വദേശിയാണ്. ഇയാൾ സബിത്തിനൊപ്പം തന്നെ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. ഇയാൾ ഇറാനിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ അടക്കമുള്ള ഒരു സഹായങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന പോലീസിനടക്കം ചില പരിമിതികളുണ്ട്. രാജ്യത്തിന് പുറത്തേക്ക് കേസ് വ്യാപിക്കുമ്പോൾ അത്രത്തോളം അന്വേഷണം എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളടക്കം ധരിപ്പിക്കുന്നുണ്ട്. ഇരകളിൽ പലരുടെയും തന്നെ മേൽവിലാസം തെറ്റായ ഒരു സാഹചര്യം ദുരൂഹതയുണർത്തുന്നു. പലരെയും തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതും വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നിന്ന് കടന്നുകളഞ്ഞ ഷമീർ തൻ്റെ തിരിച്ചറിയൽ രേഖകൾ മുഴുവനായിട്ട് തന്നെ കടന്നു കളഞ്ഞിരുന്നു. ഇയാളെ തേടി തന്നെയായിരുന്നു സത്യത്തിൽ കോയമ്പത്തൂരിലേക്ക് പോലീസ് സംഘം ചെല്ലുന്നത്. പക്ഷേ ഈ പോലീസ് നീക്കം അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞതായാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് സംഭവത്തിൽ ഈ ഒരു വിഷയത്തിൽ അവയവ കടത്തിൽ കൂടുതൽ ഇരകൾ ഇനിയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പുറത്ത് വലിയൊരു സംഘം തന്നെയുണ്ട് എന്നതിലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന് മനസ്സിലാക്കണം, അല്ലേ? പ്രത്യേകിച്ചും ഇപ്പോൾ പുതിയ തലത്തിലേക്ക് പുതിയ ആളുകളിലേക്ക് അന്വേഷണം പോകുന്ന ഘട്ടത്തിൽ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഇവർക്ക് ഇപ്പോൾ ഇറാൻ കേന്ദ്രീകരിച്ച ഒരു ആശുപത്രി ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ രീതിയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അല്ലെങ്കിൽ ഈ ഇരകളെ എത്തിച്ചു കൊടുക്കുന്ന റാക്കറ്റ് അവർ എത്രത്തോളം വിസ്തൃതമാണ്, അവരുടെ ഏജന്റുമാർ എങ്ങനെയായിരുന്നു ഇവരോട് സംസാരിച്ചിരുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ പേർ ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തന്നെയും ഒരു സംശയവുമില്ല. പക്ഷേ ഇവരിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുക എന്നതാണ്. കാരണം ഇരകളെ പലരെയും തന്നെ അവരെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും സംശയകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുന്നത്. അവരിലേക്ക് എത്തിച്ചെല്ലാൻ വളരെ വേഗം കഴിയുമെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം കുറെ കൂടി വിശദാംശങ്ങളിൽ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കണ്ണികൾ വലുതാണ്. കാരണം ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലുള്ള കമ്പനികളടക്കം ഇതിനോട് സഹകരിച്ചിരുന്നോ എന്ന വളരെ ബലപ്പെടുന്ന സംശയങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കണം. അവർ ഏജന്റുമാർ മാത്രമായിരുന്നതോ കമ്പനികൾ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇടപാടുകളുണ്ടായിരുന്നോ, എന്തായിരുന്നു ഇവർക്കിടയിൽ നടന്നിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വസ്തുതാപരമായ സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സജിത്തിൻ്റെ വീടടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് മറ്റൊന്നും അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രത്തോളം നിഗൂഢമായിരുന്നു ഇടപാടുകൾ നടന്നിരുന്നതെന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കുറെ കൂടി വസ്തുതാപരമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് സംഘം കടക്കുന്നത്. ശരി, വ്യക്തമാണ്. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പി എസ് സലീമിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 5 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകുക. പ്രതിയുടെ DNA പരിശോധന ഉൾപ്പെടെ നടത്താനുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെടും. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്? ഭവ്യ, തീർച്ചയായും ഒരു നാടിന് ഒന്നാകെ നോവായി മാറിയ ഒരു സംഭവമാണ്. ഈ കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ പ്രതി ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടരുതെന്ന് പോലീസിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇയാളെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്ന് ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം DNA പരിശോധന തന്നെയാണ്. ഇയാളുടെ മുടിയും ഒപ്പം രക്തസാമ്പിളും ശേഖരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ഇതിൽ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പോലീസ് ഇയാളെ 5 ദിവസത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഒപ്പം ഇയാൾ കമ്മൽ വിൽപ്പന നടത്തിയത് കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിലാണ്. ആ ജ്വല്ലറിയിൽ ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ജ്വല്ലറി ഉടമ ഈ കേസിലെ പ്രധാന സാക്ഷിയായും മാറും ഈ പ്രതിയെ തിരിച്ചറിഞ്ഞതിൽ. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ സാക്ഷികളെ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകും. നാളെയോ മറ്റന്നാളോ ഇയാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാൾ നേരത്തെയും പോക്സോ കേസിൽ പ്രതിയാണ്. ഈ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. മാത്രമല്ല ഈ സംഭവം നടന്നത്, അതായത് ഈ മാസം 15-ാം തീയതി സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസം
ദിവസം, അതായത് 13-ാം തീയതി ഇയാൾ 2 വീട്ടിൽ സമാനമായ രീതിയിൽ കവർച്ച ശ്രമം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കവർച്ച നടത്തിയിരുന്നു, പക്ഷേ അത് മുക്കുപണ്ടമായതുകൊണ്ട് അവർ പരാതി നൽകിയിരുന്നില്ല. മറ്റൊരു വീട്ടിൽ കവർച്ച ശ്രമവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വലിയ ക്രിമിനലാണ് ഇയാൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത്, ഇയാൾ കസ്റ്റഡിയിൽ വേണം എന്നാണ് പോലീസ് ഇന്ന് ആവശ്യപ്പെടുക. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മട്ടന്നൂരിലെ വിഷ്ണുപ്രിയ കേസിൽ വിധി വന്നത്. ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായ ആസാദ് എന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ കേസും അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്വേഷണ മികവ് നമ്മൾ ആ കേസിൽ കണ്ടതാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ആ പ്രതിക്ക് ജീവപര്യന്തം തടവ് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേ രീതിയിൽ ഈ പ്രതി ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള ഒരു സംഭവമാണ്, ഹീന കൃത്യമാണ് ഇയാൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുമാത്രമല്ല, ഇയാൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടെത്തേണ്ടതുണ്ട്. ആ വസ്ത്രം ഉൾപ്പെടെ ഏതായാലും പോലീസ് കണ്ടെത്താനുള്ള ശ്രമം കസ്റ്റഡിയിൽ വാങ്ങിയാലും ഉണ്ടാകും. മറ്റ് തെളിവുകളെല്ലാം ഇത്തരത്തിൽ പോലീസ് ശേഖരിക്കും. ഇതിൽ പ്രധാനമായും ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട ആ ഒരു ഇത് മാത്രമേ ഇതിൽ കഴിഞ്ഞുള്ളൂ. കാരണം നമുക്ക് ഇത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. പോലീസിന് അധികം സമയം ഇയാളെ ചോദ്യം ചെയ്യാൻ ലഭിച്ചിരുന്നില്ല. ഏതായാലും ഇയാൾ മോഷണ ശ്രമത്തിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തതെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇനി കൂടുതൽ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റ് കേസുകളിൽ ഇയാൾ പ്രതിയാണോ, ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പോലീസിന് അറിയാവുന്നത്. അതിന് പോലീസിന് അത്ര സമയം ലഭിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാളെ 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇന്ന് ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകും. നാളത്തോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പും ഒപ്പം DNA പരിശോധന ഉൾപ്പെടെ നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഭവ്യ. ശരി, നന്ദി കെ വി ബൈജു വിശദവിവരങ്ങൾക്ക്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ ബന്ധുക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കേസിനെക്കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. MS അനീഷ് കുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും കോഴിക്കോട് നിന്ന്. അനീഷ, ആരുടെയൊക്കെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്? എപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കും? എന്താണ് വിവരങ്ങൾ? ഭവ്യ, രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. നേരത്തെ 2 തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് തേടിയാണ് അവസാനവട്ടം മാറ്റിയത്. ഇതിൽ വിശദമായ റിപ്പോർട്ട് തന്നെ പോലീസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും സ്ത്രീധനം ചോദിച്ച് ഉള്ള പീഡനം വീട്ടിൽ വെച്ച് ഈ യുവതിക്ക് നേരിടേണ്ടി വന്നു. ഒപ്പം ഈ പ്രതിയായ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ അമ്മയും സഹോദരിയും സഹായിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജിയിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും പറയുന്നത് ആദ്യഘട്ടത്തിൽ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയപ്പോൾ തങ്ങൾക്കെതിരായ യാതൊരു ആരോപണങ്ങളും ആ കേസിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളോടക്കം യുവതിയും കുടുംബവും സംസാരിച്ചപ്പോഴും തങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ തങ്ങൾ എന്തെങ്കിലും സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചതായി പറഞ്ഞിരുന്നില്ല. പിന്നീട് രാഹുൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷം വിദേശത്തേക്ക് കടന്നതോടെയാണ് ഇതിന്റെ ജാള്യത മറയ്ക്കാനായി പോലീസ് തങ്ങളെ ബലിയാടാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ വനിതാ കമ്മീഷനിലും ഇവർ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും ഇന്ന് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ലഭിക്കും. അതിനൊപ്പം പ്രതിഭാഗത്തിന് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് കൂടി കേട്ടിട്ടാവും ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരിക. ഒപ്പം ഈ കേസിലെ മറ്റൊരു പ്രതിയായ ശരത്ലാൽ, ഈ സിവിൽ പോലീസ് ഓഫീസറായ ശരത്ലാലിന്റെ ജാമ്യ ഹർജിയുണ്ട്. അത് നാളെ പരിഗണിക്കാനായി നേരത്തെ മാറ്റിയിരുന്നു. അതിലും പോലീസ് റിപ്പോർട്ട് കോടതി തേടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 2 ജാമ്യങ്ങൾ കൂടി ഒരുപക്ഷെ വാദം കേട്ട ശേഷം ഒരുമിച്ച് വിധി പറയാൻ മാറ്റുമോ എന്ന കാര്യവും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അമ്മയും സഹോദരിയും കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പറയാം. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ കർഷകർ. പെരിയാർ വൈഗ ഇറിഗേഷൻ അഗ്രികൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമളിയിലേക്ക് മാർച്ച് നടത്തും. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന കേരള സർക്കാരിനെതിരെ തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷകരാണ് മാർച്ച് നടത്തുന്നത്. മുല്ലപ്പെരിയാറാണ് ഇപ്പൊ പൊട്ടിക്കും, നാളെ പൊട്ടിക്കും, നാളെ പുറത്ത് പൊട്ടിക്കുന്നുണ്ട്. 40 കൊല്ലമായിട്ട് കേരളത്തിലുള്ള அரசியல்வாதிகளெல்லாம் சொல்லிட்டு இருக்குல்ல, 40 കൊല്ലத்துக்கு മുമ്പ് പെരുമേടോட அண்ணன் உள்ள MLA CA കുര്യനാക്കും പറഞ്ഞത് കേരള അസംബ്ലിയിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കുன்னு சொல்லி அவர் ஒரு பராதி கொடுத்து ஸ்பீக்கர்கிட்ட 1979. இன்னைக்கு 40 கொல்லம் கழிஞ்சு ஆனால் டேம் பொட்டிக்கலை. டேம் ஸ்ட்ராங்காக தான் இருக்குது. வெறும் 7.66 TMC தண்ணி தான் இப்போ டேமில் இருக்குது. ஆனால் அங்கேருந்து ஒரு 50 கிலோமீட்டர் தள்ளி இருக்கக்கூடிய இடுக்கி டேமில்
70.5 DMC தண்ணி இருக்கு. 10 மடங்கு தண்ணி இடுக்கில உண்டாயிருக்கு. அப்போ இது வெறும் 7.66 DMC தண்ணி தான் இப்போ முல்லைப்பெரியாறில் இருக்கு. அப்போ 14 நிபுணர் குழுக்கள், 14 எக்ஸ்பர்ட் வந்து ரிசர்ச் பண்ணி, டேம் ரிசர்ச் பண்ணி அந்த டேம் ஓகே அப்படின்னு சுப்ரீம் கோர்ட்டுக்கு ரிப்போர்ட் கொடுத்த பிறகு தான் 2014 சுப்ரீம் கோர்ட் என்ன செய்யுது, டேம் ஓகே, அந்த பேபி டேமை ஸ்ட்ராங் பண்ணிட்டு டேமோட லெவலை, வாட்டர் லெவலை 152 ஆகிட்டு கொடுக்கலாம் அப்படின்னு சுப்ரீம் கோர்ட்டு ஜட்ஜ்மெண்ட் கொடுத்துருக்கு. அப்போ சுப்ரீம் கோடதி ஒரு விஷயத்தில் ஒரு ஜட்ஜ்மெண்ட் கொடுக்கணும்னா உடனே கொடுக்காது. அப்போ அவர் எது செய்யும், எல்லா நியூஸையும் கேதர் பண்ணி அந்த நியூஸில் സത്യം ഉണ്ടായിരുന്നാൽ മാത്രம்தான் അവർ ജഡ്ജ്മെന്റ് കൊടുക്കും. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് തമിഴ്നാട്ടിലെ കർഷകർ. വലിയ പ്രക്ഷോഭത്തിനാണോ നീക്കം? എന്താണ് വിവരങ്ങൾ? പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 5 ജില്ലകളിലുള്ള കർഷകരുടെ നേതൃത്വത്തിൽ ഈ കേരള അതിർത്തിയിലേക്ക്, കുമളിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ പെന്നിക്യു സ്മാരകത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക, പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക. കഴിഞ്ഞ ജനുവരിയിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നിവേദനം നൽകിയിരുന്നു. ഈ നിലവിലെ അണക്കെട്ടിന്റെ താഴ്ഭാഗത്തായി പുതിയ അണക്കെട്ട് നിർമ്മിച്ച് ജലം സംഭരിക്കാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിലും പൂർത്തീകരിച്ച ശേഷവും തമിഴ്നാടിന് യഥേഷ്ടം വെള്ളം നൽകാമെന്നും ഇതിൽ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഈ മന്ത്രാലയം നിവേദനം പരിശോധിച്ച് കഴിഞ്ഞ മെയ് 14 വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിനായി അയച്ചിട്ടുണ്ട്. ഇത് തുടർന്ന് നിലവിൽ വിദഗ്ധ സമിതി, കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി 28 ഇത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ ഇപ്പോൾ ഒരു പ്രതിഷേധ സമരവുമായി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ നടപടി തമിഴ്നാട്ടിലെ കർഷകരിൽ ആശങ്ക ഇടയാക്കുന്നു എന്ന ഒരു ആക്ഷേപത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സമരം. മുൻപും ഇക്കാലത്ത് ചെറു സംഘടനകളൊക്കെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ട്. വൈകാരികമായ ഇടപെടലുകളൊക്കെ ഈ വിഷയത്തിൽ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ മുല്ലപ്പെരിയാർ വിഷയം വലിയ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധവും ഇത്തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഒരു 11 മണിയോടെ ഇവരുടെ സമരം ആരംഭിക്കുമെന്നാണ് സൂചന. എന്തായാലും അത് കേരള അതിർത്തിയിലേക്ക് എത്താതെ തന്നെ കുമളി ചുരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തടയും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ലോവർ ക്യാമ്പ് മേഖലകളിൽ വെച്ച് തന്നെ സമരക്കാരെ തടയുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഭവ്യ, ശരി, നന്ദി. പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ നടപടിക്ക് സാധ്യത. പെരിയാറിന് പുറമെ കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. കായലിലും കൂട് കൃഷി നടത്തിയിരുന്ന ഇടങ്ങളിലുമാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത് വന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇതിനു മുൻപ് ഒരു കമ്പനിക്ക് പൂട്ട് വീഴുമെന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ കൂടുതൽ നടപടിക്ക് സാധ്യതയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെയാണ് കുഫോസിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്? ഭവ്യ, മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയതിൽ റിപ്പോർട്ടിൽ പറയുന്നത് പെരിയാറിൽ രാസമാലിന്യം കലർന്നില്ല എന്നതാണ്. പക്ഷേ കുഫോസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായും ഏതെല്ലാം രാസമാലിന്യം കലർന്നിരുന്നു എന്നും അത് പരിശോധിച്ച മത്സ്യങ്ങളിൽ വരെ അത് കണ്ടെത്തിയിരുന്നെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ 2 റിപ്പോർട്ടിലും നിൽക്കുന്നുണ്ട്. ഇത് ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന് ഈ റിപ്പോർട്ട് കൈമാറുന്നത്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള കമ്മിറ്റിയാണ് ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നൽകുക. ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് ഇന്ന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി, ഇന്ന് റിപ്പോർട്ട് സംബന്ധിയായ ഒരു വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അതിൽ ഇടപെടും. കാരണം അതിൽ സംശയങ്ങൾ പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയും ഇതിൽ പുതിയൊരു അന്വേഷണം ഇതിന് നടത്തണം. സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെങ്കിൽ അതിനും സംസ്ഥാന സർക്കാർ തയ്യാറാണ്, അതിന് ഉത്തരവിടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുക. മത്സ്യകർഷകർ ദുരിതം അനുഭവിക്കുന്നു. അവർക്ക് കൂട് കൃഷി മുഴുവനായിട്ട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് സർക്കാർ പരിഗണിക്കുന്നതിൻ്റെ വേഗത്തിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർക്കുള്ള നഷ്ടപരിഹാരമടക്കം നൽകുക എന്നത്. ഒപ്പം തന്നെയും ഈ രാസമാലിന്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ കുണ്ടന്നൂരും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നു. അവിടെ ആ ഒരു നദിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആരും കണ്ടില്ല എങ്കിലും കൂട് കൃഷി അപ്പാടെ തന്നെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടങ്ങളിലെല്ലാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കുഫോസ് ഇവിടെയും പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ കൂടി സമഗ്രമായതിൻ്റെ വസ്തുതകൾ പുറത്തു വന്നാൽ മാത്രം ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. മത്സ്യകർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ വളരെ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും തന്നെ ആവശ്യം ഉയരുന്നുണ്ട്. വരാപ്പുഴ അതിരൂപതയും ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അടക്കം ആർച്ച് ബിഷപ്പ് കത്തെഴുതുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കർഷകരുടെ വിഷയങ്ങൾ കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യം ശക്തിപ്പെടുകയാണ്. ഒപ്പം തന്നെ രാസമാലിന്യങ്ങൾ കലർന്നിരുന്നു എന്നത് സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നു. അതിൽ PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെയില്ല എന്ന് പറയുമ്പോൾ കുഫോസിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് പൊതുവിൽ ആവശ്യമുയരുന്നത്. നന്ദി ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിലായിരുന്നു ചുഴലിക്കാറ്റ് വീശിയടിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാണ് റിമാൽ കരതൊട്ടത്. ഇന്നലെ ഉച്ചയോടെ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റ് രാത്രി 8:30 പശ്ചിമബംഗാൾ തീരത്തെത്തിയത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുവി, ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ബംഗാളടക്കം പശ്ചിമബംഗാളടക്കം കനത്ത ജാഗ്രതയിലാണ് അല്ലേ? ഭവ്യ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. 4 മണിക്കൂറോളം ഈ ചുഴലിക്കാറ്റുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. കാറ്റും മഴയും ഉണ്ടാകും. ഏതായാലും ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൊൽക്കത്തയിലാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ബംഗാൾ, അതുപോലെ ഒഡീഷ, ത്രിപുര എന്നിവിടങ്ങളിലായിരുന്നു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് അസം, മേഘാലയ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ട്. സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവിടെ വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനിയും അതായത് 1.5 മീറ്റർ അടിയിൽ കൊടുങ്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഉള്ളത്. വാർത്തകളിലേക്ക്. KSU സംഘർഷത്തിൽ KPCC അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കൈമാറും. നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പരാമർശം. KPCC അധ്യക്ഷൻ അർഹമായ പരിഗണന നൽകിയില്ല. ഇത് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തൊക്കെയാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? നേതൃത്വത്തിന് ഗുരുതര വീഴ്ച എന്ന് തന്നെയാണോ? ഭവ്യ, തീർച്ചയായിട്ടും പാർട്ടിക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന നടപടിയാണ് KSU റിസർജൻസ് പഠന ക്യാമ്പിൽ നെയ്യാർ ഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പഠന ക്യാമ്പിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ഇതിൽ നിർദ്ദേശമുണ്ട്. സ്വാഭാവികമായി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ചില ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. KPCC അധ്യക്ഷനെ ഈ റിസർജൻസ് ക്യാമ്പിലേക്ക് അർഹമായ പരിഗണനയോടെ വിളിക്കുകയോ KPCCയിലെ മുതിർന്ന നേതാക്കൾക്ക് അവിടെ തുടരാൻ, അതായത് ഈ ക്യാമ്പിന്റെ ചുമതല നൽകിക്കൊണ്ട് അവിടെ തുടരാനുള്ള അനുവാദം നൽകുകയൊന്നും ഉണ്ടായില്ല. സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് ഇക്ബാൽ കോളേജിലെ
KSUവിന്റെ യൂണിറ്റ് ഭാരവാഹികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഒടുവിൽ ഇത്തരം വലിയ തരത്തിലൊരു കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയും, അതായത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ നടപടികൾ KPCCയെ കൃത്യമായി അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയും ഈ സംഘർഷത്തിന് കാരണമായവർക്കെതിരെയും കർശന നടപടി എടുക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. സ്വാഭാവികമായി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷരായിരിക്കും തുടർ നടപടിക്ക് നിർദ്ദേശം നൽകുക. ശരി, നന്ദി. ഡാൻകുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സ്നേഹ സദസ്സ് ഇന്ന് കോഴിക്കോട് നടക്കും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ ജില്ലകളിൽ നടന്ന സുഹൃത്ത് സംഗമത്തിൽ സംബന്ധിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ വിശിഷ്ടാതിഥികളായിരിക്കും. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് CS ഡയസ് ആണ് 13 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. CBI കേസ് ഡയറി ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാക്കിയേക്കും. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡിയെ തുടർന്ന് ആവശ്യമില്ല എന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിൽ കോടതികളിൽ ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കോടതിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഡയറക്ടറോടും കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജസ്റ്റിസ് K ബാബുവാണ് ഹർജി പരിഗണിക്കുക. മാസപ്പടി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് വാദം കേട്ടേക്കും. CMRL MDയെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ED ഇന്ന് കോടതിയെ അറിയിച്ചേക്കും. CMRL സീനിയർ ഓഫീസർ അജു M കുരുവിളയെ രാത്രി തടഞ്ഞുവെച്ച ചോദ്യം ചെയ്തതിലും ED ഇന്ന് വിശദീകരണം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് CMRL MD SN ശശിധരൻ കർത്തിയും ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നൃത്താധ്യാപിക സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ ജാതീയാധിക്ഷേപം നടത്തിയ കേസിലാണ് മുൻകൂർ ജാമ്യം തേടിയുള്ളത്. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. അഭിമുഖത്തിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും വീഡിയോ അപ്ലോഡ് ചെയ്തവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നുമായിരുന്നു സത്യഭാമയുടെ വാദം. തിരുവനന്തപുരം പ്രസ് ക്ലബ് കേന്ദ്രീകരിച്ച് ഓഡിഷൻ തട്ടിപ്പ്. ദുൽഖറും വിക്രമും അഭിനയിക്കുന്ന സിനിമയിൽ അവസരമുണ്ടെന്ന് പരസ്യം നൽകി ആളുകളെ എത്തിക്കുകയായിരുന്നു. 200 രൂപ വീതം ഓരോരുത്തരിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തു. പ്രതികൾ മുൻപും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇവർ ഇതുവരെ ലഭിച്ച പണവുമായി കടന്നുകളഞ്ഞു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-Mart ഉപഭോക്താക്കൾക്കായി ഓണം, റംസാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ സീസണുകളെ കോർത്തിണക്കി ഏർപ്പെടുത്തിയ ഗോൾഡ് ഗാല ഓഫറിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. നന്ദിലത്ത് G-Martന്റെ ഇടപ്പള്ളിയിലെ ഷോറൂമിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എറണാകുളം ഇടപ്പള്ളിയിലെ ഷോറൂമിൽ വെച്ചാണ് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-Martന്റെ ഗോൾഡ് ഗാല ഓഫറിലെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തത്. ഹൈബി ഈഡൻ MP, കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സൽമ അബൂബക്കർ, വാർഡ് കൌൺസിലർ സഹല എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ബമ്പർ സമ്മാനമായി ഗുരുവായൂരിലൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 മാരുതി ഇഗ്നിസ് കാറുകളും 1 പവൻ വീതം 125 പേർക്കും സമ്മാനമായി നൽകി. കഴിഞ്ഞ ഓണക്കാലത്ത് ഏർപ്പെടുത്തിയ നന്ദിലത്ത് G-Mart ഗോൾഡ് കാല ഓഫറിന്റെ നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. നന്ദിലത്ത് G-Mart എല്ലാ വർഷവും ഓണക്കാലത്ത് ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സമ്മാന പദ്ധതിയാണ്. ഇത് വലിയൊരു വിജയമായിരുന്നു ഗോപു നന്ദിലത്ത് G-Martന്. ഈ G-Mart ഗോൾഡ് കാല ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും കൂടാതെ 5 മാരുതി ഇഗ്നിസ് കാറുകളും 1 കിലോ ഗോൾഡ് ഓരോ പവൻ വീതം 125 കസ്റ്റമേഴ്സിനും ഇന്നിപ്പോൾ നൽകിക്കഴിഞ്ഞു. കസ്റ്റമർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്, അതിന്റെ ഒരു പൂർണ്ണതയിലേക്കാണ് ഈ ഒരു ചടങ്ങ് ഇന്നോടെ വന്നിരിക്കുന്നത്. തുടർന്നും നമുക്ക് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ മാന്യ ഉപഭോക്താക്കളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. നമ്മുടെ A ക്ലാസ് എന്നുള്ളത് B, C ക്ലാസ് കാറ്റഗറികളുടെ കൗണ്ടേഴ്സിൽ നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് നമ്മുടെ നന്ദിലത്ത് G-Mart അപ്രോച്ച് ചെയ്യാനും സാധനങ്ങൾ ഈസിയായി വാങ്ങാനും അവർക്ക്
എല്ലാം ടച്ച് ആൻഡ് ഫീൽ എന്ന രീതിയിലേക്ക് ഇനി നമ്മൾ പോവുകയാണ്. ആ രീതിയിലാണ് നമ്മൾ ഇനി ഈ ഓണക്കാലത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉടൻ തന്നെ നന്ദിലത് ഗ്രൂപ്പിന്റെ 10 പുതിയ ഷോറൂമുകൾ തുറക്കുമെന്ന് നന്ദിലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത് അറിയിച്ചു. ഈ ഓണക്കാലത്ത് 10 ഷോറൂമുകളാണ് പുതിയതായിട്ട് ആരംഭിക്കുന്നത്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ പുതിയ ഷോറൂം നമ്മുടെ ഏറ്റുമാനൂർ പുതിയ ഷോറൂം വരാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഷോറൂം വരുന്നത് നമ്മളുടെ തിരൂര് വരുന്നുണ്ട്, വളാഞ്ചേരി വരുന്നുണ്ട്, അതുപോലെ തന്നെ തളിപ്പറമ്പ് വരുന്നുണ്ട്, മുക്കം വരുന്നുണ്ട്. ഇത്രയും സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് അടുത്ത ഷോറൂം കൂടി വരുന്നുണ്ട്. ഇത്രയും ഷോറൂമുകൾ ഗോപുനന്ദൻ ജിമാർട്ട് ഈ ഓണക്കാലത്ത് പുതിയ ഷോറൂമുകളായിട്ടാണ് വരുന്നത്. ചടങ്ങിൽ സിഇഒ PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ഇനി കായിക വാർത്തകൾ നോക്കുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ചാമ്പ്യന്മാർ. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ 114 റൺസ് വിജയലക്ഷ്യം അനായാസം കൊൽക്കത്ത മറികടന്നു. തകർന്നടിഞ്ഞ വെങ്കടേഷ് അയ്യരുടെയും റഹ്മാനുള്ള ഗുർബാസിന്റെയും ഇന്നിംഗ്സുകളാണ് കൊൽക്കത്തയ്ക്ക് 3ാം കിരീടം നേടിക്കൊടുത്തത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൈദരാബാദിന്റെ തുടക്കം. 19 പന്തിൽ 24 റൺസ് എടുത്ത പാറ്റ് കമ്മിൻസാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. കൊൽക്കത്തയ്ക്ക് വേണ്ടി ആന്ധ്ര റസൽ 3ഉം മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. ഇതോടുകൂടി വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് സുബി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്? ആളുകളെ കൃത്യമായി മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടോ? നിലവിൽ ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഭവ്യ, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, വെള്ളം കയറി പല സ്ഥലങ്ങളിലും, അതായത് ബംഗാളിന്റെ പലയിടങ്ങളിലും വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ച സാഹചര്യമാണുള്ളത്. ഒരാൾ മരിച്ചു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അത്തരത്തിൽ നാശനഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാജ്യം ഒരു അടിയന്തരമായ ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നേവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നേവിയുടെ വാർഷിപ്പുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് എത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഭവ്യ, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിലായിരുന്നു ചുഴലിക്കാറ്റ് വീശിയടിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാണ് റിമാൽ കരതൊട്ടത്. ഇന്നലെ ഉച്ചയോടെ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റ് രാത്രി 8:30 പശ്ചിമ ബംഗാൾ തീരത്തെത്തിയത്.